നമ്മൾ മലയാളികൾ ഒരു കാലഘട്ടത്തിൽ ക്ലാസിക്കൽ കൊമേഴ്സ്യൽ സിനിമകളുടെ റെഫറൻസായി എടുത്തിരുന്നത് ഹോളിവുഡിലെയും കൊറിയയിലെയും ഇറ്റാലിയനിലെയും ഫ്രഞ്ചിലെയും സിനിമകളായിരുന്നു. എന്നാൽ ഇന്ന് ഭൂപടത്തിൽ ഇങ്ങ് താഴെയുള്ള ഈ കൊച്ചു കേരളത്തിൽ നിന്നൊരു സിനിമ ഉണ്ടായിരിക്കുന്നു, ലോക. പ്രേക്ഷകരെ ഞെട്ടിച്ച് തിയേറ്ററിലെത്തിയ ലോക ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ അല്ല എത്തിയത്. കാരണം അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ DQ ആണ്. കഴിവുള്ള ഒരു കൂട്ടം യുവാക്കൾ ഒന്നിച്ചു ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടിയതാവട്ടെ ഒരു പാൻ ഇന്ത്യൻ സിനിമ. ഒരു ഡയറക്ടറുടെ ചിന്തയും കഷ്ടപ്പാടും അറിഞ്ഞു തന്നെയാണ് പ്രൊഡ്യൂസർ ഈ സിനിമയ്ക്ക് കൈകൊടുത്തത്. ദി ഓൺലി വൺ DQ. ഡൊമിനിക് അരുൺ മലയാളത്തിന് മറ്റൊരു മുതൽക്കൂട്ടാകുന്ന സംവിധായകൻ. ശാന്തി ബാലചന്ദ്രൻ്റെയും ഡൊമിനിക് അരുണിൻ്റെയും തിരക്കഥയും ഈ സിനിമയ്ക്ക് ഒത്തിരി മാറ്റുകൂട്ടുന്നുണ്ട്. പലരും ഇവിടെ നാടുവിട്ടോ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നപ്പോൾ സൈലൻ്റ് ആയിരുന്ന DQ ഒരു പാൻ ഇന്ത്യൻ സിനിമയുമായാണ് തിരിച്ച് അതിന് പ്രതികാരം ചെയ്തത്. ഈ സിനിമ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ദയവായി OTTയിൽ കാണാൻ നിൽക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഒരു മികച്ച ദൃശ്യാനുഭവം തന്നെ ആയിരിക്കും. പറയേണ്ട മറ്റൊരു കാര്യം ചമ്മൻ ചാക്കോ എന്ന എഡിറ്ററെ കുറിച്ചാണ്. ആ എഡിറ്റിംഗ് തന്നെയാണ് ഈ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ജേക്ക് ബിജോയുടെ മ്യൂസിക് തുടരും സിനിമയ്ക്ക് ശേഷം വന്ന ഏറ്റവും നല്ല മ്യൂസിക്കുകളിൽ ഒന്നുകൂടിയാണ് ഈ സിനിമ. സിനിമ പാഷനായിട്ടുള്ളവർ ഉറപ്പായും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട സിനിമയാണ് ലോക. യു മസ്റ്റ് വാച്ച്.